കർത്താവിന് മഹത്വം. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. 1000 ആണ്ട് വാഴ്ച എന്താണ് ഇതിനെ അർത്ഥമാക്കുന്നത്? എന്താണ് ഈ 1000 ആണ്ട് വാഴ്ചയുടെ പ്രത്യേകത? എന്തുകൊണ്ട് ഈ 1000 ആണ്ട് വാഴ്ച എന്ന ഒരു പദം വെളിപ്പാട് പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു? അത് ആദാമുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ വാഴുവാനായി ദൈവം കൽപ്പിച്ച ഒന്നാമത്തെ ആദാമുമായിട്ട് എങ്ങനെ ഈ 1000 ആണ്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചെറിയ ചിന്തകൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. നിശ്ചയമായിട്ടും നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ചില കാര്യങ്ങളായിരിക്കും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ക്ഷമയോടെ വളരെ ചുരുക്കമായി ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ തിരുവെഴുത്തുകളെ ശ്രദ്ധിക്കുക, യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുക. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ വേദ പണ്ഡിതന്മാരുടെയും കൃത്യമായ നിലയിലുള്ള വിശദീകരണം എന്ന് പറയുന്നത്, അതിൻ്റെ എഴുത്ത് രീതികൾ എന്ന് പറയുന്നത് അബ്രഹാമിന് മുമ്പ് വരെയുള്ള ഉൽപ്പത്തി 1 മുതൽ 11 വരെയുള്ള ആ ലിറ്ററേച്ചർ സ്റ്റൈൽ എന്ന് പറയുന്നത് കൃത്യമായി ഏൻഷ്യന്റ് പുരാതനമായ സംസ്കാരങ്ങളുമായും പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട നിലയിലാണ് ഈ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മെസപ്പൊത്തോമിയൻ സംസ്കാരം അവിടെയുണ്ട്, സുമേറിയൻ സംസ്കാരം അവിടെയുണ്ട്, മറ്റ് ഈജിപ്ഷ്യൻ മിസ്രീമിലെ സംസ്കാരമുണ്ട്. പലവിധ സംസ്കാരങ്ങളുടെ ഒരു സമ്മിശ്രമായ കൾച്ചർ നിലനിൽക്കുന്ന ഒരു കാലത്തായിരുന്നു മോശയൊക്കെ ജീവിച്ചിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വിവിധ സംസ്കാരങ്ങളിലുണ്ടായിരുന്ന എഴുത്തു രീതികൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ കൃത്യമായ നിലയിൽ വർണ്ണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സൃഷ്ടിയുടെ വിഷയങ്ങൾ, നോഹയുടെ ജലപ്രളയത്തിന്റെ വിഷയങ്ങൾ, ബാബേലിലെ ഗോപുര നിർമ്മാണത്തിന്, ഇതെല്ലാം തന്നെ പുരാതനമായിട്ടുള്ള എഴുത്തുകളിലും ഇതേ സംഭവങ്ങൾ തന്നെ മറ്റൊരു നിലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര തെളിവുകൾ നിശ്ചയമായിട്ടും വേദപഠിതാക്കളെയും ഈ വിഷയങ്ങൾ മനസ്സിലാക്കുന്നവരെ സംബന്ധിച്ച് കൃത്യമായിട്ടുണ്ട്. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന വിഷയം, നമുക്കറിയാം, ഈ ഏതൊരു വ്യക്തിയെയും അതിശയിപ്പിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. അത് ഒന്ന്, ഉൽപ്പത്തി പുസ്തകം വായിച്ചു വരുമ്പോൾ 5-ാമത്തെ അധ്യായം മുതൽ ആദമിന്റെ വംശാവലി ആരംഭിക്കുന്ന ഉള്ള സമയം മുതൽ നോഹയുടെ കാലം വരെ ഉള്ള കാലങ്ങളിൽ മനുഷ്യരുടെ ആയുസ്സിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ദൈവം എങ്ങനെയാണ് മനുഷ്യരുടെ ആയുസ് എത്രത്തോളം ഉണ്ടായിരുന്നു, എന്തോ ഒരു ദൈർഘ്യമായിരുന്നു എന്ന് നമ്മൾ ആശ്ചര്യപ്പെട്ടു. മിക്കവാറും എല്ലാം 700 വർഷങ്ങൾ, 800 വർഷങ്ങൾ, 900 വർഷം വരെ ജീവിച്ചിരുന്നവരെ കാണാൻ പറ്റും. 969 വയസ്സ് ജീവിച്ചിരുന്ന മെതുശലേഹ് ഏറ്റവും വലിയ ലൈഫ് സ്പാൻ ഉള്ള ഒരു മനുഷ്യനായിട്ട് നമുക്ക് ബൈബിളിൽ കാണുന്നുണ്ട്. 365 വർഷം ദൈവത്തോടു കൂടെ നടന്ന ഹാനോക്ക് എടുക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ പറ്റും. ആദ്യ മനുഷ്യനായ ആദമനാകട്ടെ 930 വർഷം ജീവിപ്പാൻ അവസരം ലഭിച്ചു. അവണ്ണം തന്നെ നോഹയ്ക്കും 900-ന് മുകളിൽ വർഷം ജീവിപ്പാനുള്ള അവസരങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. വസ്തുത്തിൽ എന്താണ് ഇത്രയും വലിയ ലൈഫ് സ്പാൻ? ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിനെ ലിറ്ററലായി എടുക്കുന്നവർ പഠിപ്പിക്കാറുണ്ട്. എന്നാൽ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം, ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈപ്പർബോള എന്നൊക്കെ പറയാൻ പറ്റും, അതിശയോക്തിയോടുകൂടെ പല കാര്യങ്ങളും രേഖപ്പെടുത്തുന്ന ഒരു ശൈലി പുരാതന ലോകത്തുണ്ടായിരുന്നു. അത് വേദപുസ്തകത്തിന്റെ എഴുത്തുകാർ അഡോപ്റ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുകയും അതിൽ കൃത്യമായ നിലം ബോധ്യമുള്ള പഠനശാഖ നമ്മുടെ വേദപുസ്തക പഠനവുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം ഇത് എടുക്കാനൊരു കാരണം, സുമേറിയൻ കിങ്സ്, നമുക്കറിയാം, സുമേറിയൻ കിങ്സിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. സുമേറിയൻ രാജാക്കന്മാരുടെ, അതായത് ബിഫോർ ദ ഫ്ലഡ്, വെള്ളപ്പൊക്കത്തിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഈ സുമേറിയൻ രാജാക്കന്മാരുടെ ചരിത്രത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ കാലഘട്ടങ്ങൾ, അവർ എത്ര വർഷം ഭരിച്ചു എന്നതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ നമുക്ക് ഈ ലിസ്റ്റ് നമ്മുടെ ഇന്നത്തെ മാധ്യമങ്ങളിൽ നമുക്ക് ധാരാളമായിട്ട് ലഭ്യമാകും. അതിലെ എറിഡു എന്ന് പറയുന്ന സിറ്റിയിൽ വന്ന ആദ്യത്തെ രാജാവ്, അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന രാജാവ് എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് അലുലിം എന്ന വാക്കാണ്. അലുലിം എന്ന ആളാണ് എറിഡു എന്ന് പറയുന്ന സിറ്റിയിൽ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ലെങ്ത് ഓഫ് റെയിൻ, അദ്ദേഹം ഭരിച്ച കാലഘട്ടം 28,800 വർഷങ്ങളാണ്. ശ്രദ്ധിക്കണം, സുമേറിയൻ രാജാക്കന്മാരുടെ ലിസ്റ്റാണ്. എറിഡു എന്ന് പറയുന്ന അതേ സിറ്റിയിൽ തന്നെ മറ്റൊരു രാജാവ് വന്നു, അലാൽഗർ എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹം 36,000 വർഷം ഭരിച്ചു എന്ന് ആ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ബാദ് തിബിറ എന്ന് പറയുന്ന സിറ്റിയിൽ യൻമൻ ലു അന എന്ന് പറയുന്ന ഒരു രാജാവ് വന്നു. അദ്ദേഹം 43,200 വർഷം ഭരിക്കുക ഇടയായി. ബാദ് തിബിറ അതേ സിറ്റിയിൽ തന്നെ
എൻ മെൻഗാൽ അന എന്ന് പറയുന്ന ഒരാൾ വന്നു. അദ്ദേഹം 28,800 വർഷം ഭരിച്ചു. ലറാഖ് എന്ന് പറയുന്ന സിറ്റിയിൽ ദുമിസിദ് ദ ഷെപ്പേർഡ് എന്ന വാക്കൻ ദുമിസിദ് എന്ന് പറയുന്ന ഒരു രാജാവ് വന്നു. അദ്ദേഹം 36,000 വർഷം ഭരിച്ചു എന്ന് ആ ലിസ്റ്റിൽ കാണാൻ പറ്റും. സിപ്പാർ എന്ന് പറയുന്ന സിറ്റിയിൽ എൻ സിപാഡ് സി അന എന്ന് പറയുന്ന ഒരു രാജാവ് 28,800 വർഷം ഭരിച്ചെന്ന് കാണാൻ പറ്റും. 28,800 വർഷത്തിന്റെ ഭരണകാലഘട്ടം. മാത്രമല്ല ഷർപാക് എന്ന് പറയുന്ന ഒരു സിറ്റിക്കകത്ത് മറ്റൊരു രാജാവ് വന്നു. അദ്ദേഹത്തിന്റെ പേര് അബറ ടു എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹം 18,600 വർഷം ഭരിച്ചിരുന്നു. ഇങ്ങനെ 7 രാജാക്കന്മാരുടെ കാലഘട്ടം, അതായത് ജലപ്രളയത്തിന് മുമ്പുള്ള 7 രാജാക്കന്മാരുടെ ഭരണകാലഘട്ടം ഏകദേശം 2,41,200 വർഷങ്ങൾ കാണാൻ പറ്റും. എന്ത് പറഞ്ഞു വരുന്നതിന്റെ സാരം, രാജാക്കന്മാർ ഫ്ലഡിന് ശേഷവും ഫ്ലഡിന് മുമ്പും വന്ന സുമേറിയൻ രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും. ഫ്ലഡിന് മുമ്പ്, അത് ജലപ്രളയത്തിന് മുമ്പ് വന്ന രാജാക്കന്മാരുടെ കാലയളവെല്ലാം കൂടെ ചേർത്ത് 2,41,200 കാലഘട്ടം വർഷങ്ങൾ അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആഫ്റ്റർ ദ ഫ്ലഡ്, ആദ്യത്തെ രാജാവ്, പിന്നെ ആഫ്റ്റർ ദ ഫ്ലഡ് ആകുമ്പോഴത്തേക്കും അതിന്റെ സംഖ്യ ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. കിഷ് എന്ന് പറയുന്ന സിറ്റിയിൽ ജഷൂർ എന്ന് പറയുന്ന ഒരു രാജാവ് വന്നു. 1,200 വർഷമാണ് അദ്ദേഹത്തിന്റെ. 28,000 ഒക്കെ മാറി, 36,000 ഒക്കെ മാറി, ഇപ്പോൾ 1,200 വർഷം. കിഷ് എന്ന സിറ്റിയിൽ മറ്റൊരു ആൾ വന്നു, കുലാസിനാബൽ എന്ന് പറയുന്ന ഒരു രാജാവ് വന്നു. അദ്ദേഹം 960 വർഷം ഭരിച്ചു എന്ന് കാണും. അതേ സിറ്റിയിൽ തന്നെ മറ്റേ നൻഗിഷ് ലിഷ്മ എന്ന് പറയുന്ന ഒരു രാജാവ് 670 വർഷം ഭരിച്ചു. കിഷ് എന്ന് പറയുന്ന അതേ സിറ്റിക്കകത്ത് എൻ ഥാര അന എന്ന് പറയുന്ന ഒരു രാജാവ് 420 വർഷങ്ങൾ ഭരിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഫ്ലഡിന് മുമ്പ് വലിയൊരു കാലം ശ്രദ്ധിക്കണം. ഫ്ലഡിന് മുമ്പ് 36,000, 26,000, 28,000 ഒക്കെ രാജ്യം ഭരിച്ചിരുന്ന ലൈഫ് സ്പാൻ. സുമേറിയൻ സംസ്കാരത്തിൽ തന്നെ ഫ്ലഡിന് ശേഷമായിട്ട് അത് 1000-ൽ ഒതുങ്ങുന്നു, 600-ൽ ഒതുങ്ങുന്നു, പിന്നെ 420-ലേക്ക് വരുന്നു. അപ്പൊ ഇത് തന്നെ ഈ ഒരു രീതി നമുക്ക് വേദോത്സവത്തിലും കാണാനായിട്ട് പറ്റും. ഫ്ലഡിന് മുമ്പുള്ള കാലഘട്ടം ജീവിച്ചിരുന്നവർക്ക് എല്ലാവരും 900 വർഷം, 700 വർഷം, 800 വർഷം പറയുന്നു. എന്നാൽ ഫ്ലഡിന് ശേഷം ഏകദേശം ദൈവം പറഞ്ഞു, നിനക്ക് ആയുസ് 120 ഞാൻ ചുരുക്കുകയാന്ന് പറഞ്ഞിട്ട് ലൈഫ് സ്പാൻ ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇത് ഈ ഒരു രീതി നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനി ഉടനെ ദേഷ്യപ്പെടാൻ വരരുത്. ബൈബിളിൽ ഉണ്ടോന്നൊന്നും പറയരുത്. ഈ ബൈബിൾ എഴുതിയിരിക്കുന്ന, ഇതിനെക്കുറിച്ച് പഠിക്കുന്ന പഠിതാക്കളായിരിക്കുന്ന നല്ല വിവരവും ബോധവും ഒക്കെ ഉള്ള ആളുകൾ തന്നെ മനസ്സിലാക്കി തരുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നമുക്ക് വി ക്യാൻ കമ്പയർ വിത്ത് ദിസ് ജെനസിസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ബിഫോർ ദ ഫ്ലഡിൽ 8 രാജാക്കന്മാരും നമുക്ക് കാണാൻ പറ്റും. അവരുടെ ലൈഫ് സ്പാൻ 2,41,000 ഇയർ. അതുപോലെ തന്നെ ബിഫോർ ദ ഫ്ലഡ്, അതായത് പ്രളയത്തിന് മുമ്പുള്ള ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏകദേശം 10 പാട്രിയാക്സിനെ കാണാൻ, ആദം മുതൽ നോഹ വരെയുള്ള കാലഘട്ടത്തിൽ അവരുടെ ഏജ് എറൗണ്ട് എന്ന് പറയാൻ 900 വർഷമായിരുന്നു. 900 വർഷം വരെ ലൈഫ് സ്പാൻ ഉണ്ടായിരുന്നു. എന്നാൽ ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേട്ടോ. മാത്രമല്ല ഈ ആഫ്റ്റർ ദ ഫ്ലഡിൽ ലൈഫ് സ്പാൻ ഷാർപ്പ്ലി ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് താഴേക്ക് വരുന്നുണ്ട്. അത് ഷേമിന് 600 വർഷമാകുന്നു, പിന്നെ അബ്രഹാം 175 വർഷത്തിലേക്ക് കൊണ്ടുവന്ന് താഴോട്ട് പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് ഒരുപാട് സംഖ്യാകണക്കുകളുണ്ട്. ഇതെല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അത് പറഞ്ഞ് ഫലിപ്പിക്കാനും എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് ശ്രമിച്ചാൽ ഒരുപക്ഷെ പല കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. സോ അതിലേക്ക് ഞാൻ പോകാതെ ഞാൻ കൃത്യമായ നിലയിൽ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത്, നമുക്ക് ആദമിന് ദൈവം ഏകദേശം 930 വർഷം വരെ ജീവിക്കാൻ അവസ്ഥ. നമ്മളിത് ലിറ്ററലായിട്ട് എടുക്കുന്നവരാണ് ബഹുഭൂരിപക്ഷ ആളുകളും. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം എല്ലാവർക്കും നിശ്ചയമായിട്ടും ആ ഒരു ചിന്ത, ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നതും. എന്നാൽ പലപ്പോഴും സംശയങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ വരുമ്പോൾ, പഠിക്കാനിരിക്കുമ്പോഴാണ് മനസ്സിലാക്കിയത് സിംബോളിക്കലി സംസാരിക്കുന്നതാണ്. പ്രത്യേകിച്ച് മറ്റൊരു കാര്യമുണ്ട്. 365 വർഷം, 365 എന്ന് പറഞ്ഞാൽ സോളാർ ഡേയ്സ് ആണ്. നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ വർഷം, ഒരു വർഷത്തിന് 365 ദിവസമാണ്. അതുപോലെ 365 വർഷം അതെ ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന് കാണുന്നു. ഇനി ശ്രദ്ധിക്കണം, ഇവിടെ ഞാനിതിന്റെ ഒരു മിഡ്രാഷ് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെട്ട ഒരു മിഡ്രാഷ് മിഡ്രാഷ് എന്ന് പറഞ്ഞാൽ ജൂയിഷിന്റെ ട്രഡീഷണൽ ടീച്ചിങ്സ്, മിഡ്രാഷ് റബ്ബ എന്നൊക്കെ പറയുന്നതും റബനിക്കൽ സ്റ്റഡിയാണ്. അപ്പം ആദാമിന് ദൈവം, ഞാൻ അവിടേക്ക് വന്നിട്ട് ഞാൻ 1000 ആണ്ട് വാഴ്ചയിലേക്ക് വരാം. ആദാമിന് ദൈവം 930 വർഷമേ കൊടുത്തിരുന്നുള്ളൂ. അപ്പം ഇവര് ബൈബിൾ ഇത് പഠിപ്പിക്കുമ്പോൾ ആദാമിന് ദൈവം 930 വർഷം കൊടുത്തു. 1000 വർഷം
തികയ്ക്കാനായിട്ട് അദ്ദേഹത്തിന് അനുവാദം കൊടുത്തില്ല. 70 വർഷം അവിടെ നിന്ന് കട്ട് ചെയ്തു എന്ന് പറയുന്നു. അപ്പം ഇവര് ഈ മിഡ്രാഷിൽ യഹൂദന്മാർ അവരുടെ ബൈബിൾ, ആദമിന്റെ ചരിത്രമൊക്കെ അവിടുത്തെ ജനത്തെ പഠിപ്പിക്കുമ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവം എന്ത് ചെയ്തില്ല, ആദമിന് 1000 ആണ്ട് ജീവിപ്പാനുള്ള ലൈഫ് സ്പാൻ കൊടുത്തില്ല. കാരണം ആദമ് ആ 70 വർഷം, ഞാൻ അതിനകത്ത് ഇങ്ങനെയാണ് മനസ്സിലാക്കിയത്, ജസ്റ്റ് കൊണ്ട് ടേക്ക് ദാറ്റ് വൺ. 70 വർഷം ഇവർ പറയുന്നത്, ദൈവം എന്ത് ചെയ്തു, മിഡ്രാഷിൽ ഇങ്ങനെയാ പറയുന്നത്, ഗോഡ് ഷോഡ് ആദം ഓൾ ദ ഫ്യൂച്ചർ ജനറേഷൻ. ഇതാണ് അവർ പഠിപ്പിക്കുന്നത് കേട്ടോ. ഞാൻ മിഡ്രാഷിൽ തന്നെ ജൂവിന്റെ, കാരണം പ്രത്യേകിച്ച് ജൂ എന്തെങ്കിലും ബൈബിളിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാനും അത് മനസ്സിലാക്കാനും ആധികാരികമായതുകൊണ്ട് മാത്രം ഞാനത് എടുക്കുന്നു. മിക്കവാറും ഉള്ള വേദോസ്തത്തിന്റെ പല കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻസ് നമുക്ക് റബനിക്കൽ മിഡ്രാഷിൽ നിന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പം കർത്താവായ യേശുക്രിസ്തു അതിനെ സപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ പറ്റും. സോ ഗോഡ് ഷോഡ് ആദം ഓൾ ദ ജനറേഷനെ കാണിച്ചു കൊടുത്തു. സോ വെൻ ഗോഡ് ഷോ ആദമിന്, അല്ലെങ്കിൽ വെൻ ആദം സോ ദ ഡേവിഡിനെ കണ്ടപ്പോൾ, ഇങ്ങനെയാണ് കേട്ടോ, അത് മിഡ്രാഷാണ്. ഹി സോ ദ ഡേവിഡ് വാസ് ഡെസ്റ്റിൻഡ് ടു ഡൈ ഇമ്മീഡിയറ്റ്ലി അറ്റ് ബർത്ത്. ഇത് നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ദാവീദിനെ കാണിച്ചു കൊടുത്തപ്പോൾ ദാവീദ് താൻ ജനിക്കുമ്പോൾ ഉടനെ മരിച്ചു പോകുന്നതായിട്ട് ചിത്രം ആദമിനെ കാണിക്കും. ദാവീദ് മരിച്ചു. സോ അപ്പം ഇവിടെ മിഡ്രാഷ് പറഞ്ഞ, ആദം ദൈവത്തോട് പറഞ്ഞു, ഇസ് ദർ എനി ഗിഫ്റ്റ് ഓർ പോർഷൻ ഓഫ് മൈ ലൈഫ് ഐ ക്യാൻ ഗിവ്. എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ജീവന്റെ പോർഷൻ വേണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തേക്കാം. ഇത് കഥയാണ്, ദയവായിട്ട് എന്നെ തലാനൊന്നും വരരുത്. ഇതിനകത്ത് കാര്യങ്ങളില്ലാതില്ല. എനിക്ക് അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. കാരണം അപ്പം ഗോഡ് അഗ്രീഡ്, ആദാമിനോട് പറഞ്ഞു. സോ ആദം ഡൊണേറ്റഡ് 70 years ഇൻ ഹിസ് 100 years ലൈഫ് സ്പാൻ ടു ഡേവിഡ്. അതായത് തനിക്ക് 1000 വർഷത്തെ, ഈ 1000 എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഡിവൈൻ റെയിനിങ്, കംപ്ലീറ്റ് റെയിനിങ് ആൻഡ് ഡൊമിനിയൻ ഉള്ള വർഷമാണ്. 1000 വർഷം എന്ന് പറയുന്നത് കംപ്ലീറ്റ്നെസ് ഓഫ് ഗോഡ്സ് ഡൊമിനിയൻ. ഞാൻ അതിലേക്ക് വരുന്നു, 1000 ആണ്ട് കർത്താവിന്റെ വാഴ്ചയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ 70 വർഷം ആർക്ക് കൊടുക്കുകയാണ്? ആദം ഡൊണേറ്റ് ഹിസ് 70 years ടു ഡേവിഡ്. നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ദാവീദിന്റെ ലൈഫ് സ്പാൻ അത്ര തന്നെയായിരുന്നു. ദാവീദ് 40 വർഷം ഭരിച്ചു. ദാവീദിന്റെ ആയുഷ്കാലം എന്ന് പറയുന്നത് 70 years ആണെന്ന് നമുക്ക് 1 രാജാക്കന്മാർ 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ കാണാൻ പറ്റും. 70 വർഷം ആദം ജീവിച്ചു. അപ്പം ഈ ആദം കൊടുത്ത ഈ ദിസ് എ സ്റ്റോറി, ദിസ് എ നറേഷൻ, ദീസ് ഓൾ തിങ്സ് ആർ ബൈബിൾ പഠിപ്പിക്കുന്ന മെത്തേഡുകൾ. അപ്പൊ ആ 70 വർഷം ദാവീദിന് കൊടുത്തു. കാരണം ദാവീദിലൂടെയാണ് 2-ാമത്തെ ആദാം പുറത്തു വരാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ, ദാവീദിലൂടെയാണ് 2-ാമത്തെ ആദാം പുറത്തു വരും. അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം, ചില കാര്യങ്ങൾ ഡയറക്റ്റ് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വലിയ പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ പലതും ലിറ്ററലായിട്ട് എടുത്തേക്കുന്നത്. എനിക്കറിയാം 99% ക്രൈസ്തവർ ഇന്നും 1000 വർഷം, അതായത് 10 നൂറ്റാണ്ട് യേശുക്രിസ്തു അക്ഷരീകമായി യെരൂശലേമിൽ വന്ന് ശരീരത്തോടുകൂടെ താമസിക്കുമെന്നും, പിന്നെ യേശുവിന്റെ ശിഷ്യന്മാർ ശരീരത്തോടെ താമസിക്കുന്നില്ല. കാരണം യേശുവിന്റെ അന്ന് ഉയർത്തെഴുന്നേറ്റ് എല്ലാം രൂപാന്തരപ്പെടും, ദൂതന്മാരായിരിക്കും, ഇങ്ങനെ ആകാശത്ത് പറന്ന് നടക്കുന്നവരായിരിക്കും. ആ രീതിയാണ് പഠിപ്പിക്കുന്നത്. കാരണം അതിനകത്തൊന്നും ഒരു വ്യക്തതയില്ല. 1000 ആണ്ട് വാഴുമ്പോൾ അവരുടെ വിശുദ്ധന്മാർ എന്ത് ചെയ്യുന്നു എന്ന് അറിയത്തില്ല. അവർ ലോകം മൊത്തം ഭരിക്കും എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതൊന്നും എനിക്ക് വേദപുസ്തകത്തിന് യാതൊരു തെളിവുമില്ല. പക്ഷെ അത് നമ്മൾ വിശ്വസിക്കുകയാണ്. ഓം ക്രീം കുട്ടിച്ചാത്ത എന്ന് പറയുമ്പോൾ കുപ്പിയിൽ നിന്ന് ഇറങ്ങി വരുന്ന മായാവി രാജുവിനും രാധയും 2 തോളിലെടുത്തുകൊണ്ട് പറന്നു പോകുന്ന ചിത്രം നമുക്ക് ബാലനമേ കാണാവുന്നത് പോലെ ആ നിലവാരത്തിൽ മാത്രം ഈ കഥകൾ മനസ്സിലാക്കിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അനുമാനം. കാരണം വേദപുസ്തകവും കർത്താവും സത്യമാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെല്ലാം കബളിപ്പീരാണ്, വെറും ഒരു മിത്തോളജി മാത്രമാണ്, കഥകൾ മാത്രമാണ്. പക്ഷെ ഇതിന്റെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇവിടെ 930 വർഷം മാത്രമേ ദൈവത്തിന് ആ ആയുസ് കൊടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം ആദം 930 years ജീവിച്ചിരുന്നു, അതിനുശേഷം താൻ മരിച്ചതായിട്ട് കാണുന്നു. സോ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, 1000 വർഷത്തിന് മുമ്പ് he fell short of 1000 years. ആദം fell short of 1000 years. 1000 വർഷത്തിന് മുമ്പ് തന്നെ അവന് മരിക്കേണ്ടതായിട്ട് വന്നു. കാരണം ദൈവത്തെ സംബന്ധിച്ചോളം സങ്കീർത്തനം 90-ന്റെ 4-ാമത്തെ വാക്യത്തിൽ, 90-ാമത്തെ സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ ആ വാക്യം ഒന്ന് വായിപ്പാൻ ആഗ്രഹിക്കും. 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ, 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞ പോലെ ദിവസം പോലെയും. സോ ദൈവത്തിന്റെ കണ്ണില്, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ 1000 സംവത്സരം ഒരു ദിവസം പോലെയാണ്. ദയവായിട്ട് ഇതിനെ കൊണ്ടുവന്ന നീ തിന്നുന്ന നാളിൽ മരിക്കും എന്നതിനകത്ത് കൊണ്ട് കണക്ട് ചെയ്യരുത്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്.
അപ്പൊ ഇവിടെ നിങ്ങൾ ഇപ്പം പറഞ്ഞ ആദം ശരിയാണ്, തിന്നുന്ന നാളിൽ മരിക്കും എന്ന് പറഞ്ഞത്, ഇതാണ് വേറൊരു നറേഷൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്കിത് പറയാൻ അല്പം കൂടെ ഞാൻ മുൻകൂർ ജാമ്യം എടുത്ത് പറയാം. 1000 സംവത്സരം ദൈവത്തെ സംബന്ധിച്ചോളം ഒരു ദിവസം, അതായത് ഓൺ ഡിവൈൻ ഡേ എന്ന് പറയുന്നത് 1000 years എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ദൈവത്തിന് ഒരു ദിവസം, ദൈവത്തിന് 1000 സംവത്സരം ഒരു ദിവസം പോലെയും എന്ന് 2 പത്രോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിന് 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇതെന്താന്ന് ചോദിച്ചാൽ, ദിസ് ഈസ് ദ ഡിവൈൻ ഡൊമിനിയൻ. അപ്പൊ ദൈവത്തിന്റെ ഭരണത്തിന്റെ സ്പാൻ, ആ കാലയളവിന്റെ ഒരു നറേഷനാണ് ഈ 1000 വർഷം. ഇത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 4 തലമുറയോട് ദൈവം പകരം ചോദിക്കും. അവനെ സ്നേഹിക്കുന്നവർക്ക് 1000 തലമുറ ദയ കാണിക്കും. 1000 തലമുറ. ഞാൻ മുമ്പ് ഒരു വീഡിയോ ഈ 1000-ത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവത്തിന്റെ ഇടപാടുമായി ബന്ധം എപ്പോഴും 1000 എന്ന് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ്. അത് ഒരു കംപ്ലീറ്റ്നെസ് ഓഫ് ഗോഡ്സ് ഡൊമൈൻ. അപ്പൊ ആദമിനെ ദൈവം സൃഷ്ടിച്ചു. എന്തിനാ അദ്ദേഹത്തെ വിളിച്ചത്? അദ്ദേഹത്തെ വാഴുവാനായിട്ട് വിളിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ പാപം ചെയ്ത്, പാപത്താൽ അവൻ വീണുപോയത് കൊണ്ട് അവന്റെ ആ ഡൊമിനിയൻ പൂർത്തീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഡൊമിനിയൻ അല്ലെങ്കിൽ ഭരണം നടത്താൻ കഴിയില്ല. അത് പൂർത്തീകരിക്കാൻ വേണ്ടി യേശു ക്രിസ്തു ഒടുക്കത്തെ ആദാമായിട്ട് വരികയാണ്. ഈ ഒടുക്കത്തെ ആദാമായി വരണ്ട, ദാവീദിലൂടെയാണ് അത് വരേണ്ടത്. ദാവീദിന്റെ പുത്രൻ എന്നാണ് യേശുവിനെ അറിയപ്പെടുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, അവരുടെ മിഡ്രാഷിൽ തന്നെ ആ കഥ ഇങ്ങനെ കൊണ്ടെത്തിക്കുന്നത് 930 വർഷത്തിന്റെ ആ ആദമ ജീവിച്ചിട്ട് ആ 70 വർഷം, ആ ലൈഫ് സ്പാനിലെ 70 years ദാവീദിന് കൊടുത്ത് ജീവൻ കൊടുത്തിട്ട് ഒടുക്കത്തെ ആദാം ദാവീദിന്റെ പുത്രനായി വെളിപ്പെട്ടു വരണം, ഭരണം നടത്തണം. ഏത് ഭരണം നടത്താനാ? ആദാമിന്റെ ഭരണം നടത്തണം. അപ്പൊ ആദാമിന്റെ ഭരണം നടത്താൻ വേണ്ടി ദാവീദിന്റെ പുത്രനായി യേശുക്രിസ്തു ഭൂജാതനാകണം എന്നുള്ള പഠനം, അത് വേദപുസ്തകത്തിന്റെ പഴയ നിയമത്തിന്റെ കൃത്യമായ ബോധ്യമാണ്. അപ്പൊ ദൈവത്തെ സംബന്ധിച്ചുള്ള ഒരു ദിവസം 1000 സംവത്സരം എന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നു, പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നു. യഹൂദന്റെ ചിന്തയനുസരിച്ച് ആദം എന്ന് പറയുന്നത്, ആദം മീൻ ടു ലീവ് ഓൺ ഫുൾ ഡേ. ആദം എന്ന് പറഞ്ഞ ആള് വാഴാൻ സൃഷ്ടിച്ചു. ശ്രദ്ധിക്കണേ, വാഴുക എന്ന് പറയുന്നത് അതിന്റെ പൂർത്തീകരണത്തിന് 1000 സംവത്സരത്തെ കാണിക്കുന്നു. അതായത് കംപ്ലീറ്റ് ആയത് ഒരു ഭരണം അതിന്റെ പരിപൂർണതയിൽ വാഴുക എന്ന് പറഞ്ഞാൽ 1000 സംവത്സരം. ശ്രദ്ധിക്കണേ, 1000 സംവത്സരം. പക്ഷെ ആദമിനെ സൃഷ്ടിക്കുമ്പോഴും വാഴുവാൻ സൃഷ്ടിച്ചുകൊണ്ട് അവന്റെ ആ ലൈഫ് സ്പാൻ 1000 years എന്നുള്ളത് സിംബോളിക്കലി ഞാൻ സംസാരിക്കുന്നത്, ഇറ്റ്സ് നോട്ട് ലിറ്ററലി 1000 years. അതല്ലെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഒരു ദിവസം 1000 സംവത്സരം എന്ന നിലയിലേക്ക് നമുക്ക് കാണാൻ പറ്റും. ബട്ട് ഡൈഡ് വിതിൻ ഇറ്റ്. അതിനു മുമ്പ് അദ്ദേഹം മരിച്ചുപോയി, ബിക്കോസ് ഓഫ് സിൻ ആൻഡ് ബിക്കോസ് ഓഫ് ഹിസ് ഫോൾ. സോ ബട്ട് ഗോഡ് ഫുൾഫിൽഡ് ദാറ്റ് ഡൊമിനിയൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം സ്ഥാപിച്ചു. ഉൽപ്പത്തി 1:26 ദൈവം സ്ഥാപിച്ച ആ ഡൊമിനിയൻ, സകലത്തെ വാഴുവാൻ അവനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ ആ വാഴ്ച ഒടുക്കത്തെ ആദാമിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി 2-ാമത്തെ ആദാം രംഗത്ത് വരികയാണ്. 2-ാമത്തെ ആദാമായ യേശു ക്രിസ്തു വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ഭരണം 1000 സംവത്സരം. ഈ 1000 സംവത്സരത്തിൽ യേശു എന്താണ് പരിചയം? ശ്രദ്ധിച്ചേക്കണം, ദൈവപുത്രനായ യേശുവിന്റെ ഭരണം നിത്യമാണ്. അവന്റെ രാജത്വത്തിന് അവസാനമില്ല. പിന്നെ എന്തുകൊണ്ട് ഒരു 1000 സംവത്സരം? കഴിഞ്ഞ ദിവസം പലരും എന്നോട് ചോദിച്ചു, ഈ 1000 സംവത്സരം എന്ന് പറയാൻ കാരണം എന്താണ്? ഒരാൾ വളരെ രസകരമായിട്ട് എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ്, 1000 സംവത്സരം കഴിഞ്ഞിട്ട് പിന്നെ യേശു ക്രിസ്തു വാഴത്തില്ലേ? അപ്പൊ അനേകർക്കൊരു സംശയമുണ്ട്. കാരണം ഇതിന് ബൈബിള് വളരെ ഗൗരവമായി പഠിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുന്നത്. ഇത് വരാനൊരു കാരണം എന്ന് പറഞ്ഞാൽ 1:10 അത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ബട്ട് ദർ ഈസ് ഇൻ ദ ബൈബിൾ. 1 Corinthians chapter 15 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരുന്ന ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ട്, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ശ്രദ്ധിക്കണേ, ആദാമിൽ എല്ലാവരും മരിക്കുക എന്ന് പറഞ്ഞാൽ ആദാമിലൂടെ പിറന്നു വീണവരെല്ലാവരും ഡൊമിനിയൻ സാധ്യമാകാതെ, അദ്ദേഹത്തിന് കൊടുത്ത പദവി, ആ കർത്തവ്യം നിർവഹിക്കാൻ കഴിയാതെ എല്ലാവരും മരിച്ചു. ആദാമ് പോലും ആ ഡേയിൽ, ആ ഡിവൈൻ കംപ്ലീറ്റ്നെസ് ഓഫ് ഹിസ് റെയിൻ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് മരിച്ചു പോകുമ്പോൾ അവനിൽ ഉള്ള മുഴുവൻ ആളുകളും അവണ്ണം തന്നെ എല്ലാവരും മരിക്കുന്നു. ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഒടുക്കത്തെ ആദാമായ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. അടുത്തത്, ഓരോരുത്തരും താന്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. പിന്നെ അവസാനം. ഇതിൽ പ്രധാന പിന്നെ അവസാനം. എന്തിന്റെ അവസാനം ആലോചിച്ചിട്ടുണ്ടോ? പിന്നെ അവസാനം.
ഇവിടെ ഒരു പ്രധാന വിഷയം, എന്തോ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു. അത് അവിടെ അവന്റെ വരവെങ്കിൽ ഓരോരുത്തൻ താന്റെ നിരയിലത്രേ. അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ആദ്യബലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. അപ്പൊ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ് പിന്നെ അവസാനം. അപ്പൊ എന്താണ് ഇവിടെ അവസാനിച്ചത്? തീർന്നിട്ടില്ല. അടുത്ത നോക്കി, അന്ന് ഏതാ ഈ അവസാനം കഴിഞ്ഞത്? അന്ന് അവൻ എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. ഏത് രാജ്യം? ഹോൾഡ് ഓൺ. ഏത് രാജ്യം? എന്ത് ആണ് അവസാനിക്കുന്നത്? വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവിനെ ഏൽപ്പിക്കും. പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ച രാജ്യമേത്? വാഴ്ചകളും അധികാരങ്ങളും ശക്തിയും എന്താണ്? ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? നിശ്ചയമായിട്ടും പിതാവായ ദൈവത്തിന്റെ പക്കൽ ഏൽപ്പിച്ചു കൊടുത്ത ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ വാഴ്ചയുടെ അവസാനം അവന്റെ വരവിങ്കൽ. അതായത് അവന്റെ വരവോടുകൂടെ ഒരു രാജ്യത്തിന്റെ, സാമ്രാജ്യത്തിന്റെ വാഴ്ച അവസാനിക്കും. ആ അവസാനിച്ച രാജ്യത്തിന്റെ വാഴ്ച നടത്തിക്കൊണ്ടിരുന്ന വാഴ്ചകളെയും അധികാരങ്ങളെയും ശക്തി, ഈ വാഴ്ച, അധികാരം, ശക്തി എന്ന് പറയുന്നത് യഹൂദ മതത്തിന്റെ ആലയവുമായി ബന്ധപ്പെട്ട്, പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട്, ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡുമായി ബന്ധപ്പെട്ട്, ലെവിറ്റിക്കൽ ഓർഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ വാഴ്ചയും അധികാരവും ശക്തി. ഇതിന് നീക്കം വരുത്തി പറഞ്ഞാൽ ഓൾഡ് കവനന്റ് സിസ്റ്റത്തിന് നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവിനെ ഏൽപ്പിക്കും. ഏത് രാജ്യം? ക്രിസ്തു സ്വീകരിച്ച രാജ്യം. ഏതാ ക്രിസ്തു സ്വീകരിച്ച രാജ്യം? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആഫ്റ്റർ ഹിസ് റിസറക്ഷൻ. അന്ന് വാഴ്ചകളുടെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് കുരിശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി ക്രിസ്തുവേശു പിടിച്ചെടുത്ത രാജ്യം. അനേക വർഷങ്ങൾക്ക് മുമ്പ്, മിശിഹായുടെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ്, അവന്റെ അടുക്കൽ പരീക്ഷിക്കുവാൻ വന്ന ആ പരീക്ഷകനേശ്വരോട് പറഞ്ഞു, നീ ഈ കാണുന്ന സാമ്രാജ്യം മൊത്തം കൊണ്ട് ഇത് മുഴുവൻ എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. നമ്മുടെ മുഴുവൻ ആളുകളും പഠിപ്പിക്കുന്നത് എങ്കൽ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ കൈ കൊടുത്തിരിക്കുന്നു, ലൂസിഫറിന്റെ കൈ കൊടുത്തിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നവരാ. വാഴ്ചയും അധികാരം മുഴുവൻ എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു പറഞ്ഞാൽ അത് മറ്റാരുമല്ല സഹോദരങ്ങളെ, അന്ന് ഉണ്ടായിരുന്ന ദൈവത്തിന്റെ രാജ്യം, കവനന്റ് വേൾഡ്, കിങ്ഡം ഓഫ് ഗോഡ്, ആദാമിക് കിങ്ഡം, ഓൾഡ് കവനന്റ് കിങ്ഡം. ദൈവം ആരുടെ പക്കലാ കൊടുത്തിരുന്നത്? ലൂസിഫറിന്റെ കയ്യിലാണോ? ലൂസിഫറിന്റെ കയ്യിലാണോ? അങ്ങനെങ്കിൽ 21-ാമത്തെ അധ്യായം മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു ഒരു മുന്തിരിത്തോട്ടം, ദൈവരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ കുടിയാന്മാരെയാക്കി വിദേശത്തേക്ക് പോയി. അതിന്റെ ഫലമെടുക്കേണ്ടതിന് ബാല്യക്കാരെ, വേലക്കാരെ അയക്കുന്നു. അവരെ എല്ലാവരും കുടിയാന്മാർ കൊന്നുകളയുന്നു. അവസാനം പുത്രനെ അയക്കുന്നു. പുത്രനെ ശങ്കിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ പുത്രൻ ഇവൻ അവകാശിയാകുമെന്ന് വെച്ചുകൊണ്ട് കുടിയാന്മാർ അവനെ തോട്ടത്തിന് പുറത്തു കൊണ്ടുവന്ന് കൊന്നുകളയുന്നു. അപ്പോൾ രാജാവ് കോപിച്ചിട്ട് ഈ കുടിയാന്മാരെ അവിടെ നിന്ന് നീക്കി രാജ്യം കുടിയാന്മാരുടെ, ലൂസിഫറിന്റെ കയ്യിൽ നിന്നല്ല രാജ്യം. ലൂസിഫറിന്റെ കയ്യിലല്ല രാജ്യം. അത് കെട്ടുകഥയാ, മായാവി കഥയാണ്, ഡിങ്കൻ കഥയാണ്, കുട്ടൂസൻ കഥയാണ്. രാജ്യം ലൂസിഫറിന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുത്തെന്നല്ല പറഞ്ഞ. രാജ്യം കുടിയാന്മാരുടെ കയ്യിൽ നിന്ന്. ഏതായി കുടിയാന്മാർ? ഓൾഡ്. താഴോട്ട് വായിച്ചാൽ മതി. ഇത് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കേട്ടിട്ട് ഇവർ തങ്ങളെ കുറിച്ചാ പറഞ്ഞത്. ലൂസിഫർ കേട്ടിട്ട് അവനെ കുറിച്ച് പറഞ്ഞ. നല്ല പ്രിയപ്പെട്ടവരെ, ബൈബിൾ പഠിക്കേ. രാജ്യം ആരെ ഏൽപ്പിക്കുന്നു? മറ്റൊരു നേഷൻസിന്റെ കൈ കൊടുക്കുന്നു, ഫലം കൊടുക്കുന്നു. അപ്പൊ ആരുടെ കയ്യിലായി രാജ്യം? അതിന്റെ മഹത്വം ആരുടെ കയ്യിലാണ്? ഓൾഡ് കവനന്റ് പ്രീസ്റ്റ്ഹുഡിന്റെ കയ്യിലാണ്. ഇവരാണ് വാഴ്ചയും അധികാരവും. ഈ വാഴ്ചയും അധികാരവും AD 70 വരെ നിലനിന്നിരുന്നു. ദേവാലയം നശിക്കുന്നതോടുകൂടെയാണ് പൗരോഹിത്യവും ഓൾഡ് കവനന്റ് സിസ്റ്റവും അവസാനിക്കുന്നത്. അതുവരെ ക്രിസ്തു ഭരിക്കുകയാണ്.
യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം സ്വർഗാരോഹണം ചെയ്ത് സിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന മിശിഹ അന്ന് ആരംഭിച്ചതായ ആ ഭരണം അടുത്ത 40 വർഷം യേശു ഭരിക്കുന്നു. ആ രാജ്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ ആദാമിന് കൊടുത്ത, ആരംഭത്തിൽ കൊടുത്ത രാജ്യമാണ്. ആദാമിക്ക് കവനന്റിൽ ആദാമിന്റെ രാജ്യം, ദ കിങ്ഡം ഓഫ് ആദം. ആ കിങ്ഡം ഓഫ് ആദമിന്റെ ഫുൾഫിൽമെന്റ് ആണ് AD 30 മുതൽ AD 70 വരെയുള്ളതായിട്ടുള്ള 40 വർഷം. ഈ 40 വർഷത്തിന്റെ ഭരണമാണ് ക്രിസ്തു പറഞ്ഞത് പിന്നെ അവസാനം അവന്റെ വരവിങ്കൽ. ഏതവസാനിക്കുകയാണ്? ഈ രാജ്യത്തിന്റെ ശുശ്രൂഷ, രാജ്യത്തിന്റെ ഭരണം അവസാനം. ഏത് രാജ്യത്തിന്റെ? ആദാമ്യ രാജ്യത്തിന്റെ ഭരണം അവസാനിക്കുന്നു. എന്നിട്ട് രാജ്യം, ഏത് രാജ്യം? ആദാമിന്റെ പക്കൽ ഏൽപ്പിച്ച ആ രാജ്യം തിരികെ ആരുടെ കയ്യിലോട്ട് കൊടുക്കുന്നു? ഒടുക്കത്തെ ആദാം പിതാവിനെ തിരികെ ഏൽപ്പിക്കുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നു നിങ്ങൾക്ക്? അപ്പൊ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു 1000 വർഷം ഭരിച്ചത്? എന്തുകൊണ്ടാണ് ഈ 1000 വന്നത്? ഒന്നാമത്തെ ആദാം പാപം ചെയ്തത് കൊണ്ട് ദൈവത്തിന്റെ ഡൊമിനിയൻ പൂർത്തീകരിക്കാൻ കഴിയാതെ പരാജയപ്പെട്ട് 70 വർഷത്തിനു മുൻപേ വീണുപോയെങ്കിൽ, മരിച്ചുപോയെങ്കിൽ, രണ്ടാമത്തെ ആദാം പാപത്തെയും മരണത്തെയും സാത്താനെയും മുഴുവനെയും ജയിച്ച്, മരണത്തെ കൂടെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിട്ട് ആദമിന് പൂർത്തീകരിക്കാൻ പറ്റാത്ത ആ കിങ്ഡം ഡൊമിനിയൻ കർത്താവായ യേശു ക്രിസ്തു പൂർത്തീകരിച്ചു. ആദാമിന്റെ ആ കംപ്ലീറ്റ്നെസ് ഓഫ് ഡൊമിനിയൻ 1000 years Christ fulfilled. Listen to me. The lifespan of Adam, shorter than 1000 years, is connected with the millennium, the 1000 years of Christ dominion. That's 40 years. എന്തുകൊണ്ടാ 40 എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പഴയ നിയമത്തിൽ വന്ന രാജാക്കന്മാരുടെ എല്ലാം ശൗല് 40 വർഷം ഭരിച്ചു. മോശ 40 വർഷം മരുഭൂമിയിലായിരുന്നു. മോശ 40 വർഷം മരുഭൂമിയിലായിരുന്നു. ശൗൽ 40 വർഷം ഭരിച്ചു. ദാവീദ് 40 വർഷം ഭരിച്ചു. ശലോമോൻ 40 വർഷം ഭരിച്ചു. നോഹയുടെ കാലത്തേക്ക് പോകുമ്പോൾ 40 രാവും 40 പകലും മഴ പെയ്യുന്നുണ്ട്. നെഗറ്റീവ്. മോശ 40 ദിവസം ഉപവസിക്കുന്നു 2 പ്രാവശ്യം. ഏലിയാവ് 40 ദിവസം നടക്കുന്നു. യേശു 40 ദിവസം ഉപവസിക്കുന്നു. ഇങ്ങനെ 40 എന്ന് പറയുന്ന ഒരു റെയിനിങ് കാലഘട്ടമാണ്. ദാറ്റ് ഈസ് ദ കംപ്ലീറ്റ്നെസ് ഓഫ് ഗോഡ്സ് ഡൊമിനിയൻ. AD 30 മുതൽ AD 70 വരെ ജീസസ് ക്രൈസ്റ്റ് വാസ് റൂളർ. ഹി വാസ് റൂളിംഗ് ആസ് ദ ലാസ്റ്റ് ആദം. ആദമിന് സംഭവിക്കാൻ കഴിയാത്തത്, ആദമിന് ചെയ്യാൻ പറ്റാത്തത് യേശു ക്രിസ്തു എന്ത് ചെയ്തു? പൂർത്തീകരിച്ചു. ആദമ തോറ്റെടുത്ത് യേശു ജയിച്ചു. ആദാമിന് 930 വർഷം, അതായത് ആ ഒരു ദിവസം, ആ ദൈവത്തിന്റെ ഡിവൈൻ ഡേ പൂർത്തീകരിക്കാൻ ആദാമിന് കഴിഞ്ഞില്ല. പക്ഷെ ഒടുക്കത്തെ ആദാം കംപ്ലീറ്റഡ് ഇറ്റ്. മുഴുവൻ സാമ്രാജ്യവും ഭരിച്ചു. ഭരിച്ചിട്ട് ചെയ്യേണ്ടത് മൊത്തം ചെയ്തിട്ട്, ഹല്ലേലൂയ, ആ സാമ്രാജ്യത്തെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം. ഈ റിട്ടേൺ രാജ്യം പിതാവിനെ ഏൽപ്പിച്ചു. ഏത് രാജ്യം? ആദാമിന്റെ രാജ്യം. ഈ രാജ്യം ഏൽപ്പിച്ച ശേഷമാണ് ക്രിസ്തുവിന്റെ ആധിപത്യം അതിന്റെ പരിപൂർണതയിൽ മഹാശക്തിയോടുകൂടെ പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹായുടെ ആ ദൈവരാജ്യം ആരംഭിക്കുക. ദാറ്റ് ഈസ് എറ്റേണൽ. നൗ വി ആർ ലിവിംഗ് ഇൻ ദ എറ്റേണൽ കിങ്ഡം. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. സോ ഒന്നുകൂടെ ഞാൻ പറയാം, ഈ ഇത്രയും ലോങ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏൻഷ്യന്റ് റൈറ്റിംഗ്സ്, ലിറ്ററേച്ചറിന്റെ മെത്തേഡാണ്. ഇറ്റ്സ് നോട്ട് ലിറ്ററൽ, ഇറ്റ്സ് സിംബോളിക്. ഇറ്റ്സ് സിംബോളിക്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നും. കാരണം നമ്മൾ പഠിച്ചു 960 വർഷം, ഇതൊക്കെ നമുക്ക് പറയാൻ എളുപ്പം. പക്ഷെ ഇതിന്റെ രീതി, ഉൽപ്പത്തി 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദിസ് ഈസ് നോട്ട് റിട്ടൺ ബൈ മോസസ്. ഐ വാണ്ട് ടു ടെൽ യു, ഇതൊന്നും മോശ എഴുതിയതൊന്നുമല്ല. മോശ ഉൽപ്പത്തി പുസ്തകം കമ്പൈൽ ചെയ്തതേ ഉള്ളൂ. അതായത് ആദമിനൊരു വംശാവലി ഉണ്ടായിരുന്നു. ആദമിന് റൈറ്റ് ചെയ്തിട്ടുണ്ട്. നോഹയിലൂടെ റൈറ്റിംഗ് നടന്നിട്ടുണ്ട്. ഹാനോക്കിലൂടെ റൈറ്റിംഗ് നടന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുന്ന വിശുദ്ധന്മാരിൽ എല്ലാവരുടെ കാലഘട്ടത്തെ സംബന്ധിച്ച് റൈറ്റിംഗ് ഉണ്ട്. ഐ ബിലീവ് 100% മോസസ് കമ്പൈൽഡ് ഇറ്റ്. നിശ്ചയമായിട്ടും എവിടാ? മിസ്രൈമിലേക്ക് പോയ
12 ഗോത്രപിതാക്കന്മാരുടെ ക്രോണിക്കിൾസും ഉണ്ട്. അവരും എഴുതിയിട്ടുണ്ട്. അവർക്കും ദൈവം കൊടുത്ത ഇടപാടുകൾ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് തലമുറകൾക്ക് വേണ്ടി. സോ ദീസ് ഓൾ തിങ്സ് ആർ കമ്പൈൽഡ് ബൈ മോസസ്. സോ ഈ റൈറ്റിംഗ്സ് ഇപ്പം ഈ വലിയ ലൈഫ് സ്പാൻ എന്തിനെ കാണിക്കുന്നത്? ഐ എം ജസ്റ്റ് ഫോക്കസിങ് ഓൺ ആദംസ് ലൈഫ് സ്പാൻ. 930 വർഷം കണക്റ്റഡ്. ദ 70 years given to David. David is the father of the last Adam. Jesus Christ is the son of David. What Adam could not do, എന്താണ് ആദമിന് ചെയ്യാൻ പറ്റാത്തത്? The second Adam fulfilled it, completed it. യേശു ക്രിസ്തു ആദാമിന് വേണ്ടി ചെയ്തു തീർത്ത ആദാമ്യ സാമ്രാജ്യത്തിന്റെ ലൈഫാണ്, അല്ലെങ്കിൽ അതിന്റെ ആ കാലഘട്ടത്തിന്റെ ദൈർഘ്യമാണ് 1000 ആണ്ട്. ദാറ്റ്സ് മില്ലേനിയം. അതിനുശേഷം ക്രൈസ്റ്റിന്റെ രാജ്യം, പിതാവിന്റെ രാജ്യം, ക്രിസ്തുവിന്റെ രാജ്യം ആരംഭിക്കുന്നു. ആ രാജ്യം നിത്യമാണ്. അവന്റെ ആധിപത്യത്തിന് അവസാനം ഇല്ല. അപ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ പറഞ്ഞ പിന്നെ അവസാനം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് ആദമിക് കിങ്ഡം. This is a very small, short message, and I will teach you in elaborate ആയിട്ട് what is Adamic kingdom, what is Christ kingdom എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ പഠനം വരും. ഇത് നിങ്ങൾക്കൊരു ഫോർടേസ്റ്റ് ആയിട്ട് മാത്രം തരുന്നു. അതുകൊണ്ട് മറക്കരുത്, ആദമിന് 930 വർഷം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ലിറ്ററൽ, ഇറ്റ് ഈസ് സിംബോളിക്. ദർ ഇസ് എ മെസ്സേജ് ഓൺ ഇറ്റ്. അദ്ദേഹത്തിന് ഇത്രയും വയസ്സുണ്ടെന്ന് കാണിക്കാനല്ല, ദൈവത്തിനൊരു സന്ദേശം സംസാരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സോ ഇതുപോലെയുള്ള ഹൈപ്പർബോളയായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പല വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിശ്ചയമായിട്ടും നിങ്ങളിത് ചിന്തിക്കുക. 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത് ആദാമ്യ രാജ്യത്തിന്റെ വാഴ്ച ഇസ് ഫുൾഫിൽഡ് ബൈ ജീസസ് ക്രൈസ്റ്റ്. വേറൊരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താൻ പോകും. 1000 വർഷം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കംപ്ലീറ്റ്നെസ് ഓഫ് ഗോഡ്സ് ഡൊമൈൻ ആണെങ്കിൽ, 100 വർഷം എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും. 100 years എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കംപ്ലീറ്റ്നെസ് ഓഫ് ലൈഫ് സ്പാൻ. അതൊരു മനുഷ്യന്റെ ജീവന്റെ ലാസ്റ്റ്, അല്ലെങ്കിൽ അവന്റെ ഭൂമിയിലെ ജീവിതത്തിന്റെ ഫിസിക്കൽ ലൈഫിന്റെ ഒരു പൂർണ്ണതയെ കാണിക്കുന്നത് 100 വർഷം. അതുകൊണ്ടാണ് നമ്മൾ ഈ യെശയ്യാവിന്റെ പുസ്തകം 65-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ശിശു ബാലകൻ 100 വയസ്സുള്ളവനായി മരിക്കും എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് 100 വയസ്സാകുന്നതാണ്. ദാറ്റ് ഈസ് എ ഫുൾ മെഷർ ഓഫ് ഹിസ് ലൈഫ്. ഗ്ലോറി ടു ഗോഡ്. ഫുൾ മെഷർ, അവന്റെ ലൈഫിന്റെ പൂർണ്ണത. അബ്രഹാമിന് 100 വയസ്സായപ്പോൾ ആരെ കിട്ടിയത്? 100-ാമത്തെ വയസ്സിൽ, അതായത് ലൈഫിന്റെ ഏറ്റവും കംപ്ലീറ്റ്നെസ്സിലാണ് ഐസക് കിട്ടിയത്. അതായത് ഒരു ന്യൂ ബിഗിനിങ്. ഓക്കെ, 100 years. അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ തലമുറ 400 സംവത്സരം അന്യദേശത്ത്, 4ാം തലമുറ തിരിച്ചു വരും. സോ അവിടെ ആ ലൈഫ് സ്പാൻ എത്രയായിട്ട് കാണുന്നു? 100, 100, 100, 100, 400 മീൻസ് 4 generation, 4th generation is connected with that. അപ്പൊ ഈ 100 എന്ന് പറയുന്ന നമ്പർ നിശ്ചയമായിട്ട് നാം മറന്നു പോകരുത്. ഇറ്റ് ഈസ് എ ഫുൾനെസ് ഓഫ് ലൈഫ്, ഫിസിക്കൽ ലൈഫ്. 1000 എന്ന് പറയുന്നത് 100 into 10 കംപ്ലീറ്റ്നെസ്. ഈ മനുഷ്യരിലൂടെ ദൈവം ചെയ്യാൻ പോകുന്ന പരിപൂർണമായ ഗോഡ്സ് ഡിവൈൻ ഡൊമിനിയൻ. Okay, Adam fell down before he reached the perfect day of God's dominion, but Christ completed it, and the kingdom was ad avasanichu, rajyam pidavine elpichu. Now we are living in the kingdom of the Almighty God, everlasting kingdom. May the Lord Jesus Christ bless you all. എല്ലാരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്കിത് അനുഗ്രഹമായെങ്കിൽ നിശ്ചയമായിട്ട് ഇത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ കണ്ട് അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ, എന്തെങ്കിലും ഒരു നിലയിൽ നിങ്ങൾക്ക് പ്രയോജനമാണെന്ന് തോന്നുന്നെങ്കിൽ, ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വചനത്തിന്റെ സത്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിശ്ചയമായിട്ടും നമ്മൾ ഇടുന്ന വീഡിയോയുടെ ഇൻഡിക്കേഷൻസ്, അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കേണ്ടതിന് നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണം. ഞാനിത് ഒരു റിക്വസ്റ്റ് പോലെ പറയുന്ന കാരണം ദിസ് ഈസ് അവർ മിനിസ്ട്രി, ദിസ് അവർ ഓൺലൈൻ മിനിസ്ട്രി, ഡൂയിങ് ഇറ്റ് ആസ് എ മിനിസ്ട്രി ഓഫ് ഗോഡ്. കാരണം എത്രയും വേഗം ഈ സത്യങ്ങൾ ജനങ്ങളുടെ കാതുകളിൽ എത്തുവാൻ എൻ്റെ കൂടെ നിങ്ങളും പരിശ്രമിക്കണം. നിങ്ങളുടെ കൂട്ടായ്മകൾക്ക്, സ്നേഹത്തിന്, എല്ലാത്തിനും നന്ദി പറയുന്നു.
സർവശക്തൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.